മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. VS അച്യുതാനന്ദന് മുൻ PA ആയിരുന്ന A. സുരേഷ്. സുരേഷ് ഇപ്പോൾ മോർണിംഗ് ഷോയിൽ നമ്മുടെ അതിഥിയായിട്ട് വരുന്നു. ഗുഡ് മോർണിംഗ് സുരേഷ്. ഇന്നലെ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു, പുറത്ത് നിർത്തിയെന്ന് വെച്ചാൽ പുറത്ത് നിർത്തിയതാണ്, ഇനി ഒരു കാരണവശാലും സുരേഷിനെ തിരിച്ചെടുക്കില്ല. 10 കൊല്ലമായി സുരേഷ് പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞ് ആവലാതി കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കുറച്ച് കഠിനമായിരുന്നു. സുരേഷ് അതറിഞ്ഞിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും 13 കൊല്ലമായി ഞാൻ പുറത്ത് നിൽക്കുകയാണ്. SKN അറിയാം. അപ്പോൾ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി 100 തവണ അപ്പീൽ തന്നാലും അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എടുക്കില്ല എന്നൊരു അഭിപ്രായം പത്രക്കാരോട് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. വിഷമം തോന്നി. സ്വാഭാവികമായിട്ടും അത്ര വലിയ തെറ്റ് ഞാൻ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. അത്രത്തോളം ക്രൂരമായിട്ടുള്ളൊരു മറുപടി അദ്ദേഹത്തിന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം എൻ്റെ നേതാവായിരുന്നു. ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. വർഷങ്ങളായി എന്നെ അറിയാം, എൻ്റെ പ്രവർത്തനങ്ങളറിയാം, നേരിട്ടറിയാവുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ട് അദ്ദേഹം അത്തരത്തിലുള്ളൊരു ക്രൂരമായ മറുപടി പറഞ്ഞു എന്നത് ഇപ്പോഴും എനിക്ക് ഒരു വല്ലാത്തൊരു ഇൻസൾട്ടായിട്ട് നിൽക്കുകയാണ്. സുരേഷ്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ വയറാവള്ളി ബൾബിയായിട്ട് ഒരു 10-40 പേര് ചുറ്റും കൂടുന്നുണ്ടല്ലോ, ഓൺലൈൻ ഉൾപ്പെടെ. അപ്പോൾ ചുറ്റും കൂടുമ്പോൾ നിശ്ചിതമായ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഓരോ സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിനനുസൃതമായ ചോദ്യങ്ങളും ഒക്കെ കൊണ്ടാണ് അവർ ആയുധം മുറുക്കി അവിടെ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് പാവം സുരേഷിൻ്റെ കാര്യം ചോദിച്ചത്. അല്ല, എനിക്കറിയില്ല എന്തുകൊണ്ട് ആ ബോഡി ലാംഗ്വേജ് ഞാൻ 2-3-4 തവണ റിപ്പീറ്റ് ചെയ്ത് ആ വീഡിയോ ഞാൻ കണ്ടു. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതും അദ്ദേഹത്തിൻ്റെ മറുപടിയും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് SKN അത് കണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് ആ ഒരു ബോഡി ലാംഗ്വേജിൽ അദ്ദേഹത്തിൻ്റെ മറുപടി കാണുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വലിയ വിഷമം എനിക്ക് തോന്നി ആ സമയത്ത്. കാരണം ഞാൻ ജനിച്ചത് പാർട്ടി കുടുംബത്തിലാണ്. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന വീട് ഗൗരിയമ്മ ഉൾപ്പെടെ നാനാർ ഉൾപ്പെടെ പഴയകാല സഖാക്കൾ വന്ന് തറയോഗങ്ങൾ, അന്ന് തറയോഗം എന്നാണ് പറയുക, ഇന്ന് കുടുംബയോഗം പറയുന്നു, അന്ന് തറയോഗം പറയുന്നു. അത്തരത്തിലുള്ള ആളുകൾ വന്ന് എൻ്റെ മുത്തശ്ശി ഒരു കർഷക തൊഴിലാളിയായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു. പിന്നീട് അദ്ദേഹം നക്സലിലേക്ക് പോയി, പിന്നെ വീണ്ടും പാർട്ടിയിലേക്ക് വന്നു. അത്തരത്തിൽ ഒരു അടിമുടി ശ്വാസം പോലും കമ്മ്യൂണിസ്റ്റ് ശ്വാസമാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ. ആ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ആ ജനിച്ചു വളർന്ന കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പഠിച്ചത്. അതിന്ന് സ്വാഭാവികമായിട്ടും ഞാൻ SFI ആയി, പിന്നീട് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയി. അത്തരത്തിൽ പിന്നെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വന്നു, പിന്നീട് VSൻ്റെ കൂടെ ചേർന്നു. അങ്ങനെ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. ഇടതുപക്ഷ അനുഭവമുള്ള മനസ്സാണ് എനിക്കുള്ളത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ചോർന്നു പോകരുത് എന്നാഗ്രഹിക്കുന്ന അനേകായിരം ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. അതിനിയും തുടരും, തർക്കമൊന്നുമില്ല. ഗോവിന്ദ മാസ്റ്ററുടെ ഇന്നലത്തെ ആ പത്രസമ്മേളനത്തിലെ ഒരു വ്യാഖ്യാനം കേട്ടിട്ട് മനസ്സ് വേദനിച്ച് ഇന്നലെ രാത്രിയിൽ സുരേഷ് ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. തീർച്ചയായിട്ടും ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, വ്യക്തി എന്ന നിലയ്ക്കുള്ള ഒരു വിഷമം നന്നായി അനുഭവിച്ചു. കാരണം പുറത്താക്കിയത് തന്നെ പറഞ്ഞാൽ അത് ഫുൾ സ്റ്റോപ്പിടായിരുന്നു. പിന്നെ 100 തവണ അപ്പീൽ തന്നാലും തിരിച്ചെടുക്കില്ല എന്നൊരു ഒരു മറുപടി സ്വാഭാവികമായൊരു മനുഷ്യനെ വേദനിപ്പിച്ചതാണ്. അത് അത്തരത്തിൽ വലിയ വിഷമം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ വിഷമത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. ഞാനും ആ വാർത്താ സമ്മേളനം കണ്ടു. സുരേഷ്, ശരിക്കും മാഷിനെ പ്രകോപിപ്പിക്കാൻ നല്ല ശ്രമം നമ്മുടെ വാർത്താലേഖകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മീഡിയ വണ്ണിൻ്റെ പ്രതിനിധിയൊക്കെ ഇങ്ങനെ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ മാഷിനെ പ്രകോപിതനാക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് സുരേഷിൻ്റെ ചോദ്യം വന്നത്. നമുക്കെന്തായാലും മാഷിനെ വിട്ടുകളയാം. അതിന് മറുപടി മാഷ് പറയട്ടെ. സുരേഷിനോട് ഇത്രയും കർക്കശമായ ഒരു തീരുമാനമെടുക്കാൻ എന്താണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ സുരേഷിന് മുന്നിൽ വേറെ വഴിയൊന്നുമില്ല, UDFിലേക്കുള്ള യാത്ര തുടങ്ങുക. ഇപ്പോൾ ഏതാണ്ട് യാത്ര തുടങ്ങിയതുപോലെ ഒരു പ്രചാരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ ഒറ്റ ചോദ്യം സ്ട്രേറ്റ് ആയിട്ട് അങ്ങ് ചോദിക്കുന്നു. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള മാനസികാവസ്ഥ സുരേഷിന് ആയിക്കഴിഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാമോ എന്ന് അവർ നിരന്തരം എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്, നേരിട്ടും അല്ലാതെയും. അത്തരത്തിലൊരു മാനസിക ഒരു പരുവപ്പെടുത്തൽ എൻ്റെ മനസ്സിൽ ആയിട്ടില്ല. എങ്കിലും അത് ആലോചനയിൽ തന്നെയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയിൽ പാലക്കാട് സ്വീകരണത്തിൽ ഞാൻ പങ്കെടുക്കും. ഓക്കെ. അപ്പോൾ
ഇപ്പം സുരേഷിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത്രയും കാലം യു ഡി എഫ് എതിരായിട്ടാണ് മത്സരിച്ചത്. പലപ്പോഴും വി എസ് അച്യുതാനന്ദൻ വളരെ കർക്കശമായ ഡയലോഗുകൾ അടിച്ചിട്ടുണ്ട് യു ഡി എഫിനെതിരെയൊക്കെ തന്നെ. അദ്ദേഹം പറയുമ്പോൾ പിന്നെ അതിനകത്ത് 10 പൈസ അദ്ദേഹം ബാക്കി വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാളിൻ്റെ നിഴലായി നടന്ന ഒരാളാണ്. ഈ ഒരു മാനസികാവസ്ഥയൊക്കെ തന്നെ വലിയൊരു പരിധിവരെ സുരേഷിൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യു ഡി എഫിന് കീജെ വിളിച്ചിറങ്ങുക, അത് എത്രമാത്രം മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും സുരേഷിന്? അല്ല, യു ഡി എഫിന് കീജെ വിളിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ സ്വതന്ത്ര ചിന്താഗതിയായി പറഞ്ഞല്ലോ. നമ്മളെ TP കൊല്ലപ്പെട്ടിട്ട് അറിയാമല്ലോ എത്ര വർഷങ്ങളായി. സ്വാഭാവികമായിട്ടും രമേശ് ചേച്ചിയെ സംബന്ധിച്ച് ഒരിക്കലും UDF സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ കഴിയാത്തൊരു മനസ്സുള്ളതാണ്. ചേച്ചി എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. സ്വാഭാവികമായിട്ടും ആ ചേച്ചിക്ക് ഈ പോരാട്ടത്തിന് ഒരു പിന്തുണ ആവശ്യമുണ്ടായിരുന്നു. അത് സ്വാഭാവികമായി ആ പിന്തുണയ്ക്ക് അവർ UDFൻ്റെ പിന്തുണ സ്വീകരിക്കുകയും അവർ MLA ആയി തുടരുകയും ചെയ്യുന്നത്. ഞാനൊരു MLA ആവാൻ വേണ്ടി അല്ലെങ്കിൽ ജയിക്കണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പാർലമെൻ്ററി കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ ഈ പൊരുതുന്നത്. എന്നെപ്പോലെ അനേകായിരം ആളുകൾ അസംതൃപ്തരാണ് ഈ പാർട്ടിയിൽ. ഈ പാർട്ടിയുടെ മൂല്യച്യുതിക്കെതിരായിട്ടുള്ള അനേകായിരം ആളുകൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്, മാനസികമായും അല്ലാതെയും. ആ പോരാട്ടത്തിനൊരു പ്രതീകമായിട്ടാണ് ഞാൻ അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സുരേഷിനിപ്പം അവർ തരാൻ സാധ്യതയുള്ള മണ്ഡലം മലമ്പുഴയാണ്. അത് CPMൻ്റെ ഉറച്ച കോട്ടയാണ്, നമുക്കറിയാം. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ UDF ദുർബലമാകുകയും BJP ശക്തിപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. സമീപകാലത്തായിട്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം അതാണ് നമ്മോട് പറയുന്നത്. അവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സുരേഷിന് കഴിയും എന്ന ആത്മവിശ്വാസം ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്നുള്ളത് UDFൻ്റെ നേതൃത്വമാണ് പറയേണ്ടത്, ഞാനല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രതീകമായി ഒരു പോരാട്ടമാണിത്. ഈ മാഫിയ അല്ലെങ്കിൽ മൂല്യച്യുതിക്കെതിരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉള്ള മൂല്യച്യുതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അനേകായിരം ആൾക്കാരുടെ ഒപ്പമാണ് ഞാൻ. അതിൽ ജയം തോൽവി എന്നെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയമേ അല്ല. ഈ 13 കൊല്ലം പുറത്തു നിന്നു സുരേഷ് പറഞ്ഞു. വളരെ സജീവമായി ഒരു രാഷ്ട്രീയ കക്ഷിയിൽ വിശ്വസിച്ച ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയൊരു പ്രൊപ്പഗാൻഡിസ്റ്റ് എന്ന് പറയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പിന്നാലെയും മുന്നാലെയൊക്കെ നടന്ന ഒരാളാണ് സുരേഷ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ 13 കാലത്തിനിടയിൽ സുരേഷ് പഠിച്ച രാഷ്ട്രീയ പാഠം എന്താണ്? ഒരുപാട് മാറ്റങ്ങൾ 13 വർഷത്തിനിടയ്ക്ക് കേരളത്തിലുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, VS പിന്നെ അസുഖബാധിതമായി കിടക്കുന്നതിന് മുമ്പുള്ള VSൻ്റെ സജീവത അല്ലെങ്കിൽ VSൻ്റെ തിരുത്തൽ ശക്തി, അത്തരത്തിലുള്ള VS അസുഖമായി കിടന്ന സമയത്ത് ഈ പാർട്ടിക്കകത്തും പുറത്തുമുള്ള സമൂഹത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് പിന്നെ മൂല്യച്യുതികളുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പോരാട്ടത്തിന് ഒരു സ്പേസ് കേരളത്തിൽ നയിക്കാനൊരു സ്പേസ് ഇല്ലാത്തൊരു VSൻ്റെ അഭാവം ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ VS പോലുള്ളൊരു നേതാവ് കേരളത്തിന് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ആ ഒരു സ്പേസ് നികത്താൻ ഇവിടെ ഈ ഒരു ലീഡർഷിപ്പ്, തിരുത്തൽ ശക്തിയായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടാവണമെന്ന് ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. ഈ സുരേഷ് UDFിലേക്ക് നീങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം UDFിൽ നിന്നോ അതല്ലെങ്കിൽ CPMൽ നിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽ നിന്നോ നേതൃത്വ നിരയിലുള്ള ആരെങ്കിലും ആശ്വാസമായി വിളിച്ചിരുന്നോ? സഖാക്കൾ, താഴെയുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടിയിലെ അംഗം ആയവരും അല്ലാത്തവരും അനുഭാവികളുമായിട്ടുള്ള ഒരുപാട് ആളുകൾ അതിനുശേഷം വിളിച്ചു, എനിക്ക് ധൈര്യം തന്നു. സഖാവ്, ഇനി ആർക്കു വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങളെ സംസ്ഥാന സെക്രട്ടറി അധിക്ഷേപിച്ചില്ലേ എന്ന് തുടങ്ങി ഈ മലമ്പുഴ മണ്ഡലത്തിലുൾപ്പെടെ പാലക്കാട് ഉൾപ്പെടെ പല സ്ഥലത്തും, കാസർഗോഡ് ഉൾപ്പെടെ അങ്ങനെ പല സ്ഥലത്തുനിന്നും ഒരുപാട് സാധാരണക്കാരായ സഖാക്കൾ വിളിച്ചു. UDFൻ്റെ ആളുകൾ നേതാക്കൾ വിളിച്ചിരുന്നു. അതിന് പുറമെ സാധാരണക്കാരായ സഖാക്കൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. അവർ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ തീരുമാനം അതാണെങ്കിൽ അത് ശരിയാണെന്ന് വെക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകും എന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. ഞാനൊരു സാങ്കല്പിക ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഈ ചെറിയ അഭിമുഖം അവസാനിപ്പിക്കുകയാണ്. സുരേഷ്, എന്തായാലും സുരേഷ് UDFിനൊപ്പം സഞ്ചരിക്കാൻ ഏതാണ്ട് മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞല്ലോ, ഗോവിന്ദ മാസ്റ്ററെ പോലെ താങ്കൾക്ക് കുറച്ച് അടുപ്പമൊക്കെ ഉള്ള ഒരാൾ അങ്ങനെ എന്താണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഗോവിന്ദ മാസ്റ്ററെ മുന്നിൽ കണ്ടാൽ താങ്കൾ ഈ കാര്യം അതോട് ചോദിക്കൂ? അല്ല, അദ്ദേഹത്തോട് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. എന്നെക്കാൾ ഒരുപാട് വലിയ ആളാണ്. പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലുള്ള ആളാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്, വർഷങ്ങളായി എന്നെ അടുത്തറിയുന്ന ആളാണ്. ചോദിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കും, എപ്പോഴും ബഹുമാനിക്കുന്നത് പോലെ തന്നെ ഇനി തുടർന്നും അദ്ദേഹത്തോടുള്ള ബഹുമാനം തുടർന്നുകൊണ്ടേയിരിക്കും.
ഓക്കെ, എന്തായാലും സുരേഷ് രാഷ്ട്രീയ വിവേകത്തോടെ പക്വതയോടെ തീരുമാനങ്ങൾ എടുക്കുക എന്ന് മാത്രമേ ഒരു പരിചയക്കാരെന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സുരേഷ്, ഈ മോർണിംഗ് ഷോയിൽ ചേർന്നതിന് താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.